കാർഷിക മേഖലയായ അൽ ഹസമിലാണ് നയനാനന്ദകരമായ അപൂർവ മത്സ്യവേട്ട നടന്നത്. കൃഷിത്തോട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ജലസംഭരണിയിൽ നിക്ഷേപിച്ചിരുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ വളർന്നതിനെ തുടർന്നുള്ള വിളവെടുപ്പാണ് നടന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ പിടിക്കാറുണ്ട്. ഇത് കാർപ്പ് ഐറ്റത്തിൽപ്പെട്ടാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മീനാണിത്. എക്കോറിയത്തിൽ വളർത്താൻ ഉപയോഗിക്കുന്നതാണിത്. ഇതിപ്പോ ഏകദേശം ഒരു 8 മാസം 10 മാസം പ്രായമുണ്ട്. ഇതിന്റെ മാർക്കറ്റ് വില ഇതിനേക്കാൾ കൂടുതലാണ്. ഒരു മീനിന് ചിലപ്പം 25-30 റിയാൽ വില വരും. 1 വർഷം പ്രായമായപ്പോൾ വിളവെടുക്കുവാൻ തക്ക വലിപ്പമുള്ളതായി മാറി. 5 കിലോഗ്രാം വരെ തൂക്കമുള്ള വരാൽ, ആഫ്രിക്കൻ മുഷി, തിലോപ്പിയ എന്നിവയാണ് ലഭിച്ചത്. അതോടൊപ്പം വളർന്ന കാർപ്പ് വിഭാഗത്തിൽപ്പെട്ട അലങ്കാര മത്സ്യങ്ങളും ഏറെ വലിപ്പമുള്ളതായി മാറി. ചുവപ്പ്, വെള്ള നിറത്തിലുള്ളതും ഗ്രേ കളറിലുള്ളതുമായ അലങ്കാര കാർപ്പ് മത്സ്യങ്ങൾക്ക് സൗദിയിൽ നല്ല പ്രിയമാണുള്ളത്. കാഴ്ചയിൽ മനോഹരമാണെങ്കിലും ഇവയ്ക്ക് രുചി കുറവാണ്. ധാരാളം ആളുകൾ ഇതിനെ ഭക്ഷണമാക്കുന്നുണ്ട്. സാധാരണ മത്സ്യത്തിനുള്ള വിലയേക്കാൾ കൂടുതൽ കൊടുക്കണം ഇതിന്. ആവേശത്തോടെയും ആഘോഷത്തോടെയുമാണ് ഇവിടെ മത്സ്യവേട്ട നടക്കുന്നത്. ഈ കുളത്തിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തെ തൂക്കി ആവശ്യക്കാർക്ക് കൊടുക്കുകയും ബാക്കിയുള്ളവയെ പ്രത്യേകം തയ്യാറാക്കിയ ജലസംഭരണിയിൽ ഇടുകയും ചെയ്യും. ടാങ്കിലുള്ള ചെളിയും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്തതിനു ശേഷം ശുദ്ധജലം നിറയ്ക്കുകയും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും ചെയ്യുകയാണ് ഇവിടുത്തെ കൃഷിരീതി. പ്രത്യേക ഭക്ഷണമോ പരിചരണമോ ഇതിന് നൽകാറില്ല. കൃഷിക്കാവശ്യമായ ജലം ഈ കുളത്തിൽ നിന്ന് പമ്പ് ചെയ്തെടുക്കാറുമുണ്ട്. മരുഭൂമിയിൽ നടക്കുന്ന കൃഷിക്കും വിളവെടുപ്പിനും നേതൃത്വം നൽകുന്നതും മലയാളികൾ തന്നെയാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത് പോലെ കടലും കായലും പുഴയുമൊന്നുമില്ലെങ്കിലും മരുഭൂമിയിലും മീൻ വളർത്താമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ മലയാളികൾ. ജീവൻ ന്യൂസിനു വേണ്ടി അൽഖർജിലെ സാറ ഫാമിൽ നിന്നും ബഷീർ പാങ്ങോട്.